എങ്ങനെ ചെയ്തത്? മെത്തേഡ് എന്താ ചെയ്തത്? ഫത്തേ ചെയ്തിനാ? മുഹമ്മദ് ഫത്തേ ചെയ്തിനാ ക്ലാസ്? അത് തന്ന വർക്ക് ചെയ്തിനാ? ഹലോ. ചെയ്തേ. ഓക്കെ. അപ്പൊ എങ്ങനെ ചെയ്തത്? മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എങ്ങനെ ചെയ്ത് ക്ലാസ് പ്രോബ്ലം? എവിടെ ഇവർ ബാക്കിയുള്ള സ്റ്റുഡൻസ് എവിടെ? നീ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക്. അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇന്നലെ തന്നെ ആ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കിൽ ഒരു റൊട്ടേഷൻ അല്ലേ? എങ്ങനെടാ? കേൾക്കുന്നില്ല. ക്വസ്റ്റ്യൻ കണ്ടിന്യൂസിന്റെയും റൊട്ടേഷൻ്റെയും അല്ലേ? അതെ അതെ. ഇത് കണ്ടിന്യൂസ് ആണോ എങ്ങനെ ചെക്ക് ചെയ്ത്? ഫസ്റ്റ് വി കണ്ടുപിടിക്കും. ഓക്കെ. എക്സ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തോ? ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ യു ആൻഡ് വി കമ്പോണന്റ് കണ്ടുപിടിച്ചു. ആ. ഓക്കെ. ദെൻ യു ആൻഡ് വി കമ്പോണന്റ് എന്താ വന്നത്? വി 2yയും യു 2x. 2x ആണോ മൈനസ് 2x ആണോ? മൈനസ് യു 2x. ഓക്കെ. വി 2yയും യു മൈനസ് 2x വന്നല്ലേ? എന്നിട്ട് കണ്ടിന്യൂസ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്ത്? യു എക്സ് ആയി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വി വൈ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 വാങ്ങിയത് കണ്ടിന്യൂസ്. അതെന്താണ് മെത്തേഡ്? ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്? ഡെറിവേറ്റീവ് അല്ല. അതായത് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ നോക്കുക. റൈറ്റ്. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ആണ്. ഈക്വൽ ടു 0. അത് ഈക്വൽ ടു 0 ആകുന്നുണ്ടെങ്കിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ. സോ നമുക്ക് തന്ന ഇക്വേഷൻ സൈ ഈസ് ഈക്വൽ ടു 2xy ആണ്. സോ വി നീഡ് ടു ചെക്ക് ഡോ സൈ ബൈ ഡോ എക്സ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതിനകത്ത് എന്ത് കണ്ടുപിടിക്കും? നമുക്ക് യു ആൻഡ് വി കമ്പോണൻസ് കണ്ടുപിടിക്കാം. ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വി കണ്ടിട്ടും ഡോ സൈ ബൈ ഡോ വൈ കിട്ടിയ മൈനസ് യു കിട്ടും. അല്ലാതെ യു ഈക്വൽ ടു മൈനസ് 2x കിട്ടും. അതിന് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ. ഇതിപ്പോ യുവും വിയും മാത്രം ഉള്ളതുകൊണ്ടാണ് 2 ഡയമെൻഷനിലുള്ളത്. അതിന് വേറെ സർട്ടൻ പ്രോബ്ലത്തിൽ വേറെ ഫോർമാറ്റ് സെറ്റ് യു വി ഡബ്ല്യു എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യാം. ഇനി ഇറോട്ടേഷൻ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറോട്ടേഷൻ എങ്ങനെ ചെക്ക് ചെയ്ത്? അതൊരു ഇക്വേഷൻ വെച്ചിട്ട് 1/2 into ഡോ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇല്ലേ? റൊട്ടേഷണൽ കമ്പോണന്റ് കണ്ടുപിടിച്ചാണോ പറയണേ? ഹാഫ് ഇൻറ്റു വെച്ചിട്ടാണോ? അങ്ങനെയാണോ കണ്ടുപിടിച്ചത്? അസഫ പറഞ്ഞോ? ചെയ്ത മെത്തേഡ് തെറ്റിയാലും പ്രശ്നമില്ല, പറഞ്ഞോ. ക്ലാസ് ഇരിക്കുന്നത് എല്ലാവരും അറ്റൻഡ് ചെയ്യണേ. ഇന്നലെ പറഞ്ഞത് ഇനി റിപ്പീറ്റ് ചെയ്യിക്കാനാക്കരുത് പ്ലീസ്. നിങ്ങൾ ഇടയ്ക്കിടെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ടൈമിൽ അറ്റൻഡൻസ് എടുക്കുക ചെയ്യാം, ഇൻ ബിറ്റ്വീൻ ആയിട്ടോ. സോ ഓണാക്കി വെച്ചിട്ട് പോകാൻ നിൽക്കരുത്. ഓക്കെ, പറ. എങ്ങനെ റൊട്ടേഷൻ കണ്ടുപിടിച്ചത്? 1/2 ഇക്വേഷൻ ഇല്ലേ? അത് 0 ആണ്. അത് ഇത്രയും ലെവലിൽ പോകണമെന്നില്ല. നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. അതായത് റൊട്ടേഷണൽ കമ്പോണന്റ് 1/2 വെച്ചിട്ട് ഒമേഗ എക്സ് ഒമേഗ വൈ ഒമേഗ സെറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അല്ലാന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സൈ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, സ്ട്രീം ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, റൈറ്റ്?
ഈ സ്ട്രീം ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യോ എന്ന് നോക്കിയാൽ മതി, റൈറ്റ്? അതായത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ഫ്ലോ ഇറൊട്ടേഷണൽ ആണ്, റൈറ്റ്? അത് നമ്മൾ തിയറി പറയുമ്പോൾ പറഞ്ഞ കണ്ടീഷൻ ആണ്. സ്ട്രീം ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ തന്നെ ഫ്ലോ ഇറൊട്ടേഷൻ ആണ്. സൈ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അത് ഇറൊട്ടേഷൻ ആണ്. ഓൾറെഡി നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഡോ സൈ ബൈ ഡോ എക്സും ഡോ സൈ ബൈ ഡോ വൈയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഡോ സൈ ബൈ ഡോ എക്സും ഡോ സൈ ബൈ ഡോ വൈ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ ഒന്നുകൂടി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറും കിട്ടും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയറും കിട്ടും, റൈറ്റ്? സോ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയറും കിട്ടിയാൽ അത് രണ്ടും കൂടി ആഡ് അപ്പ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഫ്ലോ ഈക്വൽ ടു 0 കിട്ടും. ദെൻ ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ. ഓക്കെ, ആ ഒരു മെത്തേഡിലും ചെയ്യാം. ഹലോ, ഓക്കെ ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒമേഗ എക്സ് ഒമേഗ വൈ ഒക്കെ ചെയ്താലും പ്രശ്നമില്ല. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്സിന്റെ ഗുണം അതാണല്ലോ, നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും പ്രോബ്ലംസിന് ചെയ്യാം. ഫൈനൽ ആൻസർ എത്തുമ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടിയാൽ മതി. എളുപ്പമുള്ള മെത്തേഡ് ഏതാണെന്ന് നോക്കുക. മീൻ ടൈം കൺസ്യൂമിങ് ആവാതെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡ്സ് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡോ സൈ ബൈ ഡോ എക്സും ഡോ സൈ ബൈ ഡോ വൈയും കണ്ടുപിടിച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഹലോ, ഈ പ്രോബ്ലം ഒന്ന് എഴുതിയ എ ഫ്ലൂയിഡ് ഫ്ലോ a fluid flow field is given by a fluid flow field is given by a fluid flow field is given by V is equal to x square yi plus y square zj, x square yi plus y square zj minus 2xyz plus yz square k. Prove that it is a case of possible steady incompressible fluid flow. Prove that it is a possible case of possible steady incompressible fluid flow. Calculate the velocity. Calculate the velocity and acceleration. Calculate the velocity and acceleration at the point 213. എഴുതിയാം? ഹലോ, ഗൈസ് എഴുതിയോ? ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കി എങ്ങനെയാ വരിക ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു റിസൾട്ടന്റ് വെലോസിറ്റിന്റെ വെക്ടർ ഫോർമാറ്റ് തന്നിട്ടുണ്ട് അല്ലെ? അതിന്റെ നമുക്ക് എന്തൊക്കെ കിട്ടും? എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷനിലെ കമ്പോണൻസ് കിട്ടും വെലോസിറ്റിന്റെ. അതായത് യു എത്ര വരിക? എക്സ് സ്ക്വയർ വൈ വരും, ബി എന്ന് പറയുന്നത് വൈ സ്ക്വയർ സെഡ് വരും, ഡബ്ല്യു എന്ന് പറയുന്നത് 2xyz പ്ലസ് yz സ്ക്വയർ വരും, റൈറ്റ്? ഇത്രയും കിട്ടി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? യു വി ഡബ്ല്യു നമുക്ക് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ കേസ് ഓഫ് പോസിബിൾ സ്റ്റഡി ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ. സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആവണമെങ്കിൽ എന്ത് ആയിരിക്കണം? എപ്പോഴും നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് നമ്മുടെ തിയററ്റിക്കലി ഉള്ള ബാക്കപ്പ് എന്നാണ്. ഓക്കെ,
ആ കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല നിങ്ങളോട് ലാപ്ലേസ് ഇക്വേഷൻ ചെക്ക് ചെയ്യ്, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ചെക്ക് ചെയ്യ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ അത് ആഡ് ചെയ്ത് നോക്കൂ, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കൂ എന്ന് ഡയറക്റ്റ് ഒരിക്കലും ചോദിക്കില്ല. ഓക്കെ, നമ്മൾ എന്താണോ തിയററ്റിക്കലി പഠിച്ചുള്ളത് ആ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് നോക്കണം. അതുകൊണ്ടാണ് നമ്മുടെ തിയററ്റിക്കലിയിലെ ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലംസ് ഒക്കെ റൺ ആകുന്നത്. ഓക്കെ, നമ്മൾ എന്താണോ പഠിച്ചത് അതുമായിട്ടൊന്ന് ഇത് ആ കണ്ടീഷൻ അപ്ഡേറ്റ് ആണോ, അപ്പൊ അതെന്താണ് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണെന്നെങ്കിൽ എന്ത് കണ്ടീഷൻ ആ ഫ്ലൂയിഡ് ഫ്ലോ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്യണം, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തായോ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തായോ, ഈ തിയറി കണ്ടീഷൻ നമ്മൾ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ ഈ പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആയിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഏത് കണ്ടീഷൻ സപ്ലൈഡ് ആണ്, അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, എന്ത് സാറ്റിസ്ഫൈഡ് ആണ് പറയണം മക്കളെ. ഏതൊക്കെ കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവണ്ട, അല്ലെങ്കിൽ എന്ത് ഇക്വേഷൻ ആണ് നമ്മൾ നോക്കുക? യു വിയും ഡബ്ല്യു തന്നിട്ടുണ്ട്. അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇറ്റ്സ് എ പോസിബിൾ കേസ് ഓഫ് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയും. അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ? ഡോ യു ബൈ 3 കമ്പോണൻസ് ഉള്ളത് കൊണ്ട് തന്നെ 3 ഡയമെൻഷനിലാണ്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് വരും, കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. അപ്പൊ യു വി ഡബ്ല്യു നമുക്ക് അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചാൽ 2xy എന്ന് വരും. ഡോ വി ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2yz വരും. ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് എന്ന് പറയുന്നത് മൈനസ് 2xy മൈനസ് 2yz വരും. ഇനി ഇതിനെ മൂന്നും കൂടി ആഡപ്പ് ചെയ്ത് നോക്കുക. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും? 2xy പ്ലസ് 2yz പ്ലസ് മൈനസ് 2xy മൈനസ് 2yz ഈക്വൽ ടു 0 കിട്ടി. 0 കിട്ടിയാൽ നമുക്ക് എന്തായി? കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലായി. റൈറ്റ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി. സോ ഹെൻസ് വെലോസിറ്റി വെക്ടർ, ഈ വെലോസിറ്റി വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ആണ് മനസ്സിലായി. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ? കാൽക്കുലേറ്റ് ദ വെലോസിറ്റി. ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി കണ്ടുപിടിക്കുക 213 പോയിന്റിൽ. അപ്പൊ യുവും വിയും ഡബ്ല്യൂയും തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്ക്. നമുക്ക് യു ഇപ്പോ തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്. അതിൽ 213 പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 213 പോയിന്റിൽ കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യലി 213 പോയിന്റ് എവിടെ അപ്ലൈ ചെയ്യാം? നമ്മള് എക്സ് വൈ സെറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോറി, എക്സ് വൈ അല്ല, യു വി ഡബ്ല്യു എന്നുള്ള ഫോർമാറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ യു വി ഡബ്ല്യു വെലോസിറ്റി വെക്ടറിന്റെ ഇക്വേഷനിലേക്ക് എക്സ് സ്ക്വയർ വൈ. അപ്പൊ എക്സിന് 2 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക, സെഡിന് 3 കൊടുത്തിട്ട് ഒരു വെലോസിറ്റി വെക്ടറിന്റെ ഇക്വേഷൻ ഉണ്ടാക്കി. 4i പ്ലസ് 3j മൈനസ് 21k. ഇനി ഇതിന്റെ റിസൾട്ട് ആൻഡ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ട് ഓഫ് u square plus v square plus w square, right? 4 square plus 3 square minus 21 whole square എന്ന് പറഞ്ഞാൽ finally answer will be getting 21.587 units, right? ഇവിടെ നമ്മൾ മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ ഒന്നും പറയാത്തോണ്ടാ സിമ്പിൾ ആയിട്ട് നമ്മൾ യൂണിറ്റ്സ് മാത്രമേ എഴുതുന്നു. 21.587 units. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്നതിൽ എവിടെയെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പാടും മൈക്ക് ഓൺ ആക്കി സംസാരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾ ഒന്നും പറയാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് 100% എല്ലാം കിട്ടുന്നുണ്ട്, മനസ്സിലായിട്ടാണ് ഈ മിണ്ടാതിരിക്കുന്നത്. ആ ഒരു തരത്തിലേ എനിക്ക് വാല്യൂറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഓൾറെഡി നമ്മൾ നേരിട്ട് കാണാത്തിടത്തോളം കാലം എനിക്ക് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നേരിട്ട് കാണുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് പ്രോബ്ലം ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റെപ്പിൽ വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ടായി സ്ലോ ആയിട്ട് പോകുന്നത്. എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അങ്ങനെ നമുക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കീപ് സൈലൻസിലാണെന്നുള്ളതെങ്കിൽ ഞാൻ വിചാരിക്കും ഓക്കെ മനസ്സിലായിട്ടാണ് ഇരിക്കുന്നതില്ല, ഞാൻ പോവാം. ഓക്കെ, ഒരു എഴുതി ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ മെത്തേഡ് മാത്രം നോട്ട് ഔട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങളായിട്ടൊന്ന് ട്രൈ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ പ്രോബ്ലം പഠിക്കുകയും ചെയ്യാം. ഇതേ മിക്കവാറും ഞാൻ പറയുന്നതൊക്കെ യൂണിവേഴ്സിറ്റി ചോദിച്ച പ്രോബ്ലംസ് ആണ് ടെക്സ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ചെയ്ത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്.
ബൻസാലിന്റെ ടെക്സ്റ്റ് ആരും പർച്ചേസ് ചെയ്തു എല്ലാവരും അതോ സോഫ്റ്റ് കോപ്പി വെച്ചിട്ട് തന്നെ ഉപയോഗിക്കുകയാണ്? സോഫ്റ്റ് കോപ്പി എന്തായാലും ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. സോഫ്റ്റ് കോപ്പി മതി എന്നുള്ള കൂട്ടറാണെങ്കിൽ സോഫ്റ്റ് കോപ്പി നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, ഈ ബൻസാലിനാണ് ഒരുവിധം എല്ലാ പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഫിനിഷ് ആക്കാൻ പറ്റാത്തവരായിട്ട് ജസ്റ്റ് മെത്തേഡ് നോട്ട് ഔട്ട് ചെയ്യുക, നിങ്ങളായിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഏറ്റവും ബെറ്റർ അതാണ്. പറയുമ്പോൾ അത് മനസ്സിലാക്കി വെക്കുക, ജസ്റ്റ് അതിന്റെ സ്റ്റെപ്പ് മാത്രം മറന്നു കൊടുക്കുക, നമുക്ക് നോട്ട് ഔട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് സ്വന്തമായിട്ട് നോട്ടിലൊന്ന് എഴുതി ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി എന്താ അടുത്ത തേർഡ് പാർട്ട്? എന്താ ക്വസ്റ്റിന്റെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. ആക്സിലറേഷൻ അറ്റ് 213. ഓക്കെ, സോ ദ ആക്സിലറേഷൻ കമ്പോണന്റ് a, x, y, z. സോ ആക്സിലറേഷൻ കമ്പോണൻസ് എ എക്സ്, എ വൈ, എ സെഡ് ഫോർ സ്റ്റഡി ഫ്ലോ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. ഇതിന്റെ കൂടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു ടേം കൂടി ഉണ്ടായിരുന്നു, ഡോ യു ബൈ ഡോ ടി എന്നുണ്ട്. ഇവിടെ ആ ടേം ഇല്ല. അതായത് ലോക്കൽ ആക്സിലറേഷന്റെ ഈ ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് ഒരു കൺവെക്റ്റീവ് ആക്സിലറേഷൻ ആണ്. എന്താ കൺവെക്റ്റീവ് ആക്സിലറേഷൻ, എന്താ ലോക്കൽ ആക്സിലറേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇനി ഡൗട്ടുള്ള ഒന്നുകൂടി ആ യൂട്യൂബിൽ ഇടുന്ന ആ വീഡിയോ എടുത്ത് വെച്ച് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, ഇനി ആ പോർഷൻസ് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ കൺവെക്റ്റീവ് ആക്സിലറേഷന്റെ കമ്പോണൻസ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ലോക്കൽ ആക്സിലറേഷൻ ടേംസ് ഒക്കെ നെഗ്ലക്റ്റഡ് ആണ്. കാരണം എന്താ, ഫ്ലോ സ്റ്റഡി ഫ്ലോ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സ്റ്റഡി ഫ്ലോ ആയതുകൊണ്ട് എന്തായിരിക്കും, ആ ലോക്കൽ ആക്സിലറേഷൻ ടൈം വെച്ച് വാരി ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ സീറോ ആയിപ്പോ. ഓക്കെ, ഇനി എക്സ് കണ്ടുപിടിക്കണം. യു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഡോ യു ബൈ ഡോ സെഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ വൈ എ സെഡ് ഒക്കെ കണ്ടുപിടിക്കാം. ഒന്ന് എക്സ് കണ്ടുപിടിച്ച് നോക്കിയേ. കാരണം യു നമുക്കറിയാം, ഡോ യു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ വെച്ചിട്ട് ഒന്ന് എക്സ് കണ്ടുപിടിച്ചു വന്ന് എത്രയാ വാല്യൂ വരുന്നു പറഞ്ഞു. കാരണം 5 ഉണ്ടായിരുന്നു, എക്സ് മാത്രം ഒന്ന് കണ്ടുപിടിക്കും. ഒന്ന് കിട്ടിയ ബാക്കിയൊക്കെ സിമിലർ മെത്തേഡാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ നോട്ടില്. ചെയ്യുന്നുണ്ടോ? ഹലോ ഗൈസ്, ചെയ്യുന്നുണ്ട് സർ. ഒന്ന് ചെയ്ത് നോക്കി. എക്സ് യു നമുക്കറിയാം എക്സ് സ്ക്വയർ വൈ ആണ്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. വി നമുക്കറിയാം വൈ സ്ക്വയർ സെറ്റ് ആണ്, സോ ഡോ യു ബൈ വി നമുക്കറിയാം. ദെൻ യുവിനെ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ഡബ്ല്യു നമുക്കറിയാം, ഡോ യു ബൈ ഡോ സെറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് എക്സിന്റെ വാല്യൂ എത്ര വരും നമുക്ക് പറഞ്ഞു. അവിടെ ഞാൻ ജസ്റ്റ് സോൾവ് ചെയ്ത് വെച്ചാണ്.
കിട്ടിയ കൂട്ടർ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ സെറ്റ് ഒക്കെ കിട്ടിയ കൂട്ടർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ആണ്. ഹലോ സാർ, കിട്ടിയാ വി അല്ല സാർ, ഈ ഒരു ഡൗട്ട്, വി എന്ന് പറയുന്നത് വൈ സ്ക്വയർ സെറ്റ് അല്ലേ? വി എന്ന് പറയുന്നത് ആ വൈ സ്ക്വയർ സെറ്റ്. അപ്പോൾ അത് ഡെറിവേറ്റ് ചെയ്യുമ്പോ എങ്ങനെ എക്സ് സ്ക്വയർ വന്ന്? എടാ ഡോ വി ബൈ ഡോ വൈ അല്ല, ഡോ യു ബൈ ഡോ വൈ ആണ്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ വിനെ എവിടെയും ഡെറിവേറ്റ് ചെയ്യുന്നില്ല. ഇക്വേഷൻ നോക്കൂ, എക്സ് എക്സ് ഈക്വൽ ടു യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഈ ഡിഫറൻഷിയേറ്റ് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെല്ലാം യുവിനെ തന്നെയാണ്. ഓക്കെ, എ വൈയിൽ വരുമ്പോ വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, എ സെറ്റ് വരുമ്പോ ഡബ്ല്യൂനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, കിട്ടിയാ? എക്സ് കിട്ടിയവരുണ്ടാരെങ്കിലും? ഇവിടെ ഫിനിഷ് ചെയ്തവരുണ്ടാരെങ്കിലും? ജസ്റ്റ് യു കൂടി ഉണ്ട്, എക്സ് സ്ക്വയർ വൈ ഇൻറ്റു ഒരു എക്സ് എന്ന് പറയുന്നത് നോക്ക്, എക്സ് സ്ക്വയർ വൈ ഇൻറ്റു 2xy പ്ലസ് വൈ സ്ക്വയർ സെറ്റ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 2xyz മൈനസ് വൈ സെഡ് സ്ക്വയർ ഇൻറ്റു 0. ആ ടേം മൊത്തത്തിൽ അങ്ങ് പോയി. പിന്നെ ഈ രണ്ട് ടേം മാത്രമേ ഉണ്ടാവും. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും, 2x ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് വരും. അതിന് നമ്മൾ 213 എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എക്സ് എന്നുള്ളത് ഫൈനലി 28 യൂണിറ്റ്സ് വരും. കിട്ടീനാ മക്കളെ? കിട്ടീനാ? ഓക്കെ, 28 കിട്ടിയിട്ടുണ്ട് ഇല്ലേ? കിട്ടിയില്ലേ? ഓക്കെ, ഇനി സിമിലർ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും? എ വൈ കണ്ടുപിടിക്കും. എ വൈ കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് ഇത് സെയിം എ യു കൂടെ തന്നിട്ടുണ്ട്. ഡോ ബി ബൈ ഡോ എക്സ് ആണ് എത്ര വരും? 0 വരുന്നു. ഡോ ബി ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2yz വന്നു. ഡോ ബി ബൈ ഡോ സെറ്റ് വൈ സ്ക്വയർ വരും. അതായത് വൈ സ്ക്വയർ, ഈ ബി എന്നുള്ള വൈ സ്ക്വയർ സെറ്റിന് ഇനീഷ്യലി എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. എക്സിന്റെ കമ്പോണൻസ് ഒന്നുമില്ല, ഇക്വേഷൻ 0 ആയി. വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു, അപ്പോൾ വൈ സ്ക്വയറിന് ഡിഫറൻഷിയേറ്റ് 2y ഇൻറ്റു സെറ്റ് വന്നു. സെറ്റ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത വൈ സ്ക്വയർ വന്നു. ആണ് ഈ മൂന്ന് ടേം എഴുതി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യു വി ഡബ്ല്യു നെ മൾട്ടിപ്ലൈ ചെയ്ത എ വൈ കണ്ടുപിടിക്കുക. സിമിലർലി എ സെറ്റ് കണ്ടുപിടിക്കുക. എ വൈ എന്നുള്ളത് ഫൈനലി ആൻസർ -3 വരും. എ സെറ്റ് എന്നുള്ള ഫൈനൽ ആൻസർ 123 വരും. ഓക്കെ, ജസ്റ്റ് ആ ഫൈനൽ ആൻസർ മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ നോട്ടിലൊന്ന് റിപ്പീറ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്താൽ മാത്രമേ ഫാസ്റ്റ് ആയിട്ട് എക്സാമിന്റെ സമയത്ത് കിട്ടും. സോ എക്സ് 28 കിട്ടി, എ വൈ എന്ന് പറയുന്നത് -3 കിട്ടി, എ സെറ്റ് എന്ന് പറയുന്നത് 123 കിട്ടി. സോ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? 28i. ആക്സിലറേഷന്റെ വെക്ടർ ഫോമാറ്റ് എഴുതിയാൽ 28i -3j പ്ലസ് 123k വരും. റൈറ്റ്, ഇനി ഇതിന്റെ അത് വെക്ടർ ഫോമാറ്റില് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? റിസൾട്ടന്റ് ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ
square of 28 square plus minus 3 the whole square plus 123 whole square. Okay, so the answer will be 126.18 units final resultant acceleration. Okay, clearly method. Okay, about just final answers മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ നോട്ടിൽ ഫിനിഷ് ചെയ്താലും മതി, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് വെക്കണേ എല്ലാവരും. എക്സാമിന് സമയമാകുമ്പോൾ എടുത്തു നോക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. നിങ്ങളായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ എപ്പോൾ ചെയ്യാൻ നോക്കിയാലും ആ കൺഫ്യൂഷൻ അവിടെ കിടക്കും. ജസ്റ്റ് സ്ലൈഡിൽ എന്തായാലും ഉണ്ടാവും സാധനങ്ങൾ, ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തായാലും സ്ലൈഡിൽ ഉണ്ടാവും. സ്ലൈഡിൽ ഉണ്ടായാലും ഇത് ഏകദേശം ആ മെത്തേഡ് നോക്കി നിന്നാൽ എന്താവും, എവിടെയെങ്കിലൊക്കെ സ്റ്റക്ക് ആവും എക്സാമിന് ചെയ്യുന്ന സമയത്ത്. അതായത് നമ്മളിപ്പോ യൂട്ട് ഇക്വേഷൻ ഇട്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്ത് ആ സം എഴുതി ഓക്കെ ഫൈനൽ 28 ഒക്കെ നോക്കുമ്പോൾ സംഭവം എളുപ്പമാണ്, മെത്തേഡ് എളുപ്പമാണ്, ഒന്നുമില്ല, ബേസിക്കായി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. പക്ഷെ ചെയ്ത് വരുമ്പോഴേ ഈ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പിൽ കുറെ തെറ്റ്, ആടെയാണ് ഇതിനൊക്കെ മാർക്ക് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിൽ, മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ, അല്ലെ എവിടെയെങ്കിലും അത് കറക്റ്റ് യു തന്നെയാണോ അതോ വി വെച്ചിട്ടാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഡോ യു ബൈ ഡോക്സ് ചെയ്യുന്നതാണോ ഡോ വി ബൈ ഡോക്സ് ആണോ, അങ്ങനത്തെ കുറെ ചെറിയ കൺഫ്യൂഷൻസ് വരും. റൈറ്റ്, ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനാണ് പറയുന്നത് നിങ്ങൾ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് നോക്കണം ക്ലാസ് നോട്ട് ബുക്കിൽ. ഓക്കെ, എന്നാൽ മാത്രമേ എക്സാമിന് സമയത്ത് ഒരു ഫ്ലോ ആയിട്ട് അങ്ങനെ പോകുള്ളൂ. ക്ലിയർ അല്ലേ പറയുന്നത്? ഒരു യെസ് ഓർണോ ഞാൻ പ്രതീക്ഷിക്കുന്നു ക്ലാസ്സിന് അടുത്ത് ചോദിക്കുന്നതിന്. മതി ധാരാളം. നിങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും റിപ്ലൈ ഉണ്ടായാലേ എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ്. ഓക്കെ, ഈ പ്രോബ്ലം എഴുതി അടുത്ത ക്വസ്റ്റ്യൻ. A jet of water, അടുത്ത ക്വസ്റ്റ്യൻ. A jet of water from a 25 mm diameter nozzle, a jet of water from a 25 mm diameter nozzle is directed vertically upwards. Assuming that jet remains circular and neglecting any loss of energy, that will be the diameter. Sorry, that what another. Sorry, what will be not that. I don't know correct here. What will be the diameter at a point 4.5 meter above the nozzle? എഴുതിയില്ലേ? തെറ്റല്ലേ? പ്രോബ്ലം എഴുതിയില്ലേ? ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഫിഗർ. എന്താ പറയുന്നത്, ഒരു ജെറ്റ് ഓഫ് വാട്ടറിന്റെ ഒരു നോസിൽ വെച്ചിട്ട് ഇജക്ട് ചെയ്യുന്നു. റൈറ്റ്, നോസിൽ നിന്ന് ഒരു ജെറ്റ് ക്രിയേറ്റഡ് ആവുന്നു. ഇനീഷ്യലി നോസിന്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പോയിന്റ്, ജെറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താ ഡയമീറ്റർ 25 ആണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സർക്കുലർ ക്രോസ് സെക്ഷനിൽ തന്നെയാണ് ഫ്ലൂയിഡ് ട്രാവൽ പോകുന്നത്. ആഫ്റ്റർ 4 പോയിന്റ് വെർട്ടിക്കലി സർക്കുലർ ക്രോസ് സെക്ഷന്റെ ഡയമീറ്റർ എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇനീഷ്യലിയിലെ വെലോസിറ്റി
ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യാം? Any idea? എന്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? is equal to a2 v2 എന്നുള്ള കണ്ടന്റ്. a1 നമുക്ക് തന്നിട്ടുണ്ട്, v1 തന്നിട്ടുണ്ട്, v2 നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ആ റിലേഷൻ വെച്ചിട്ട് a2 കണ്ടുപിടിക്കാം. a2 എന്ന് ഡയമീറ്റർ. ഓക്കെ, സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം a1 അറിയാം, v1 അറിയാം. a2 കണ്ടുപിടിക്കണമെങ്കിൽ v2 കണ്ടുപിടിക്കണം. 4.5 മീറ്റർ ഹൈറ്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ ഇതിനായിട്ട് ഇനീഷ്യലി തന്ന ഡാറ്റാസ് ഒക്കെ നോക്കി v1 is equal to 25 mm. സോ മീറ്റേഴ്സിൽ എഴുതിയാൽ 0.025 meter. Velocity of jet at a nozzle. v1 is equal to so 4.5 meter velocity ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് v2 എന്നുള്ളത്. സോ അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ ഇക്വേഷൻ കൊടുക്കുക. ഡിസ്പ്ലേസ്മെന്റും ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ ഇക്വേഷൻ v square minus u square is equal to 2gh. അല്ലെങ്കിൽ v square is equal to u square plus 2gh equation. Okay, the 9-10 hello 9-10 വരെ നിങ്ങൾ ഫസ്റ്റ് Yes. ഓക്കെ. സോ നോക്ക്, ഇനീഷ്യൽ അല്ലെങ്കിൽ ജെറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വെലോസിറ്റി u is equal to v2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബാക്കി h എത്രയുണ്ട്? 4.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. whole square equal to v square minus u square equal to 2gh അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും നമുക്ക്? v square is equal to കണ്ടുപിടിച്ച് അതിനകത്ത് v2 കണ്ടുപിടിച്ചു 6 meter per second. ഓക്കെ, സോ 7.46 കിട്ടി, v2 കിട്ടി. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കണം? നമുക്ക് a2 ആണ്. നമ്മളെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള തിയറം കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്തു. എന്താ ഇക്വേഷൻ? a1 v1 is equal to a2 v2. ഓക്കെ, a1 v1 is equal to a2 v2. a1 നമുക്കറിയാം, തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിംഗ്ലി a1 നമ്മൾ കണ്ടുപിടിച്ചു. v1 നമുക്കറിയാം, തന്നിട്ടുണ്ട് 12 മീറ്റർ പെർ സെക്കൻഡ്. v2 നമുക്കറിയാം, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 7.46. നമുക്ക് a2 കണ്ടുപിടിച്ചൂടെ? a2 ഫൈനലി എന്ത് വരും? തന്ന വാല്യൂ 0.000789 വന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് π/4 d സ്ക്വയർ എടുക്കുക. π/4 d സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? π/4 d സ്ക്വയർ എടുത്താൽ നമുക്ക് d കിട്ടൂല. അതിന്റെ ഫൈനൽ ഡയമീറ്റർ കിട്ടും 31.7 mm എന്നുണ്ട്. മനസ്സിലായി ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത് ലോസ് ഓഫ് മോഷൻ ആണ്. അപ്ലൈ ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നുള്ള മാത്രം, കണ്ടന്റ് മാത്രം മനസ്സിലാക്കി ഫൈനൽ ആൻസർ എഴുതി വെക്കുക. ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം കൂടി എഴുതി വെച്ചാൽ നമുക്ക് നാളെ ചെയ്യാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുതി വെക്കുക. പിന്നെ 2-dimensional incompressible flow. In a 2-dimensional incompressible flow, the fluid velocity components are the fluid
velocity components are in a two-dimensional incompressible flow. The fluid are given by u equal to x minus 4y, u equal to x minus 4y, and v is equal to minus y minus 4x, and v equal to minus y minus 4x. So that velocity potential exists. So that velocity potential exists and determine its form and determine its form. Find also the stream function. Find also the stream function. Okay? ഈ പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, എഴുതിയില്ല? ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല എല്ലാവരും? മക്കളെ എഴുതിയിട്ടില്ലേ? ആ, ഓക്കെ. Akash came. Attendance for Akash. Sir. Okay, Akilem. Present, sir. Amit. Amit. Anirudh. Present, sir. Karthik. Present, sir. Sir, Amit present ആണ് sir. പെട്ടെന്ന് ഒരു കോൾ വന്നു. Ladin. Ladin. Present, sir. Shahzad. Shahzad. Okay, Muktazim. Hello. Present, sir. Muktazim. Azaf. Present, sir. Fardeen. Present, sir. Fardeen. Fateh. Present, sir. Present. Fateh. Present. പറയണ. ഹലോ, ഫത്തേ ഉണ്ടോ? Present, sir. Sama. Ian. നിഷാദ്. ജിയാൻ ഉണ്ടോ? Present, sir. നിഷാദ്. Present, sir. നിവേദ്. Present, sir. ഇവിടെ നിവേദ് ഉണ്ടോ? ഉണ്ട് sir. Present, sir. Present, sir. Sir, അമിത്തിന്റെ എടുത്തില്ല sir. രാഹുൽ. Present, sir. Present. രാഹുൽ. തരുൺ. Sir. തരുൺ. സൗരഭ്. Sir. സൗരഭ്. സാറേ. ശ്രീരാഗ്. വിഷ്ണു. Sorry. Present, sir. വിഷ്ണു. ഓക്കെ. സൗരാഗ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. ഓക്കെ, താങ്ക് യു. ശരിയാടാ. Sir. ആ, ഓക്കെ, പറ. Sir, attendance എടുത്തില്ല sir. ആ, അടുത്ത. പെട്ടെന്ന് ഒരു കോൾ വന്നു sir. അതാ പറയുമ്പോ രണ്ടാമതൊരു കോൾ വന്നു. ഓക്കെ. ആ, ജിയാൻ ഉണ്ടായിരുന്നോ?
ഓക്കെ എന്നാ ശരി.